എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. വേണു, വിനീഷ, ഉഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 4-അംഗ കുടുംബമാണ് ആക്രമണത്തിനിരയായത്. അതിക്രമത്തിൽ പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഋതു എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രൂര കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കറണ്ട് ആവശ്യമായിട്ടാ അതെ പൂച്ചനെ വന്ന് ഞങ്ങളുടെ പൂച്ചനെ വന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം, എന്റെ വീട്ടിൽ കിടക്കണ പൂച്ചേട്ടാ. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഒന്ന് തല്ലുണ്ടാക്കണേ. വീടിന്റെ അകത്ത് ഇതേ ഇവിടെ കിടക്കണത്. അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ വരുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് അച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ്, തല്ലാൻ. അതെ അതെ ഇവിടെ കിടക്കണ പട്ടി, ഇവിടെ വന്ന് കിടക്കണ പട്ടിനെയാണ് ഇവിടെ വന്നിട്ട് ഇറങ്ങണ. ഇവിടെ ഒരു വീട്ടിലും പോകാത്ത പട്ടിയാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി വൃന്ദ ചേരുന്നുണ്ട്. വൃന്ദ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്, അയൽപക്കങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിലൊരു മൃഗീയമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് കടന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും ഋതുവിനെ ചോദ്യം ചെയ്ത് വരികയാണോ? അതേസമയം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭർത്താവ് വിനീഷയുടെ ഭർത്താവ് ജിതിന്റെ അവസ്ഥ എങ്ങനെയാണ് തുടരുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഹരിത, തീർച്ചയായും നിസ്സാരമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ ഋതു ഈ ഒരു കമ്പി വടിയുമായി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നു. നിസ്സാരമായ കാര്യങ്ങൾ, അതായത് പൂച്ച വീട്ടിൽ വന്നു, അത് അവിടെ ശല്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നായ വീട്ടിലെത്തി ശല്യപ്പെടുത്തുന്നു. ഇത്തരത്തിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു തർക്കത്തിലേക്ക് കടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നേരത്തെയും ഈ മൊബൈൽ ചിത്രീകരിക്കുന്ന സമയത്തടക്കം തന്നെ ഇത്തരത്തിൽ ഈ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വരുന്നതും ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും. ഇങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കേരള വിഷൻ ന്യൂസിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ 3 പേരുടെയും ഈ മരിച്ച ഉഷ, വേണു, വിനീഷ എന്നിവരാണ് ഈ ഒരു ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഇവരെ അടിച്ചു കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 3 പേരുടെയും മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തലക്കേറ്റ ഗുരുതര പരിക്ക് തന്നെയാണ് മരണത്തിന് കാരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് നിലവിൽ മുന്നോട്ടു പോകുന്നത്. കാര്യമായ പുരോഗതി ഇല്ല എന്നാണ് ആശുപത്രി അധികൃതരടക്കം പറയുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവരുടെ 9ഉം 5ഉം പ്രായമുള്ള കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു. ഈ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം കണ്ട് ഇവർ വീട്ടിൽ നിന്നും ഓടി പോകുന്ന, മറ്റു വീട്ടിൽ അഭയം പ്രാപിക്കുന്ന ഒരു കാഴ്ചയും നാട്ടുകാർ ഇതോടൊപ്പം നമ്മൾക്ക് നൽകുന്നുണ്ടായിരുന്നു. ഈ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഇപ്പോൾ ജിതിൻ ഉള്ളത്. ഗുരുതരാവസ്ഥയിലാണ്. ഋതു എന്നയാളെ, ഈ അയൽവാസിയും 27 വയസ്സുള്ള ഈ ഋതുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയൽവാസികൾ തമ്മിലുള്ള ഈ നിസ്സാരമായിട്ടുള്ള തർക്കം തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ പ്രതി മാനസിക പ്രശ്നമുള്ള ആളാണോ എന്നതടക്കം സംശയമുണ്ട്. ഇതെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. നാട്ടുകാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, ലഹരിക്ക് അടിമയാണ് ഇയാൾ എന്നതടക്കം നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിലടക്കം വൈദ്യപരിശോധന ആവശ്യമാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രതി മദ്യപിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയാണോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ നേരത്തെയും പല കേസുകളിലും പ്രതിയാണ്. 2022 മുതൽ റൗഡി ലിസ്റ്റിൽ ഉള്ള ആളാണ് ഈ ഋതു. 27 വയസ്സുള്ള ഋതു വടക്കൻ പറവൂർ, വടക്കേക്കര സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഇയാൾക്ക് നിരവധി കേസുകളുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വടക്കൻ പറവൂരിൽ അടിപിടി കേസിലടക്കം ഇയാൾ പ്രതിയാണ്. കുടുംബവും നേരത്തെ തന്നെ ഇയാൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അയൽക്കാരനായ ഋതുവും ഈ ഒരു കുടുംബവും തമ്മിൽ സൗമ്യമായ രീതിയിലായിരുന്നില്ല. ഈ 4-അംഗ കുടുംബത്തിൽ 3 പേരെയാണ് ഇപ്പോൾ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഋതു കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മുൻകൂട്ടി
ആസൂത്രണമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. പോലീസും ഇക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കം വ്യക്തമാക്കാൻ ഈ ഒരു വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കഴിയുക. 2 ദിവസം മുൻപാണ് പ്രതി ബാംഗ്ലൂരിൽ നിന്നും നാട്ടിൽ വന്നത്. വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കും ഈ പ്രതി എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഹരിത. ശരി, വൃന്ദയാണ് വിശദാംശങ്ങൾ നൽകിയത്.